അസ്സലാമു വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞ ലഞ്ച് വ്ലോഗാണ് കേട്ടോ. എല്ലാ ദിവസവും ലഞ്ച് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ മമ്മിനോട് പറയും വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ വീഡിയോ എടുക്കുന്നത് കുറച്ചൊരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഒത്തില്ല കേട്ടോ. എന്നാൽ ഇന്ന് രണ്ടും കൽപ്പിച്ച് അതങ്ങ് നടത്തി. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മടി മാറ്റാനുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളും കുറച്ച് ഈസി ടിപ്സും കൂടെ ഷെയർ ആക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. എങ്കിലും മാത്രമേ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ എത്തുള്ളൂ. അപ്പോൾ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ 4 ഗ്ലാസ് അരി എടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കഴുകിയെടുക്കുമ്പം നിങ്ങൾ ഏത് ചെമ്പിലാണ് ചോറ് വെക്കുന്നത് അതിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ എക്സ്ട്രാ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യുക. ഇതാ ഈ ഒരു ചെമ്പിലാണ് നമ്മൾ ചോറ് വെക്കുന്നത്. ഈ ഒരു ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും. അപ്പോൾ ചോറ് വേവിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് അയലയും മാന്തയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ ചോറൊക്കെ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ടാവും. നമ്മൾ ചോറ് വേവിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ നേരെ അടിച്ച് വെച്ചിട്ട് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കും കേട്ടോ. ചിലരൊക്കെ ഗ്യാസിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കും. അതാകുമ്പം ഒത്തിരി ഗ്യാസ് നമുക്ക് വേണ്ടി വരും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി പണികളൊക്കെ ചെയ്ത് തീരുമ്പോഴേക്കും ചോറും വെന്ത് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കറി വെക്കാനായിട്ട് ഒരു പപ്പായ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലുള്ള സീഡൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയ ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ രാത്രിയിലേക്കുള്ള കറിയും കൂടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പം പിന്നെ രാത്രി ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറോ ഒക്കെ ഉണ്ടാക്കിയാൽ മതി. കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കഴുകി വെച്ചിട്ടുള്ള പരിപ്പും കൂടെ ഈ ഒരു പപ്പായയിലോട്ട് ചേർത്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു ചട്ടിയിൽ കുറച്ച് പരിപ്പെടുത്ത് കഴുകിയിട്ട് അതിലോട്ട് പപ്പായ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്ന കാരണം വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ബാക്കിയുള്ള ചട്ടിയിലേക്കൊക്കെ തക്കാളിയൊക്കെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ കുക്കിംഗ് ഫുള്ള് മമ്മി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾ കറി വെക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുളി ഇതുപോലെ ഒന്ന് പൊതിർത്തി വെക്കുക കേട്ടോ. സാധാ നോർമൽ വാട്ടറിൽ പൊതിർത്തി വെച്ചാൽ മതി. അതാകുമ്പോൾ നമ്മൾ കറി കലക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മമ്മി കറി വെക്കുമ്പോൾ കല്ലുപ്പാണ് കേട്ടോ ചേർക്കാറുള്ളത്. ഞാൻ കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ ഒന്നിക്കൽ കൂടും അല്ലെങ്കിൽ കുറയും. എനിക്ക് അതിൻ്റെ ഒരു കറക്റ്റ് അളവ് കിട്ടൂല. ഇനിയിപ്പോൾ അടുത്തതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറി വെക്കുമ്പം എപ്പോഴും കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ കറി വെക്കുന്ന ടൈമിലില്ലേ അതിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ മീൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാത്രം കൂടെ എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പം എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ പിന്നെയും ഈ ഒരു ബോട്ടിലൊന്നും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കഴിയും കേട്ടോ. അപ്പോൾ ഇതാ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ ചേർക്കുമ്പം 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇങ്ങനെ കോൺഫ്ലവർ ചേർക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മീനിൽ മസാലയൊക്കെ കറക്റ്റ് തന്നെ പിടിച്ചു കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു മസാലയിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളി എല്ലാ കറിയിലോട്ടും ഒഴിച്ച് കൊടുക്കുക. പച്ചക്കറിയിൽ ഒഴിക്കരുത്. അതിൽ നമ്മൾ സാധാ പച്ചവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ മീൻ മസാല ആക്കിയിട്ടില്ല ഫ്രൈ ചെയ്യാൻ, അതിലും കുറച്ച് പുളിവെള്ളം ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചക്കറിയിൽ പരിപ്പ് ചേർത്തുകൊണ്ട് തന്നെ അതിലും കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ മമ്മി കറി വെക്കുന്ന സമയത്ത് ഇതുപോലെ കുഴച്ച് കൊടുത്തിട്ടാണ് കേട്ടോ കറി വെക്കുക. ആ കറിയിലുള്ള തക്കാളിയും പച്ചമുളകും പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ള മസാലപ്പൊടികളും എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ച് ഉടച്ചെടുക്കും കേട്ടോ. എന്നിട്ട് കുക്ക് ചെയ്തെടുക്കും. ഇങ്ങനെ വെക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ കറി വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടും. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കുക. അപ്പം 3 ചട്ടിയിൽ മീനും അതുപോലെ തന്നെ ഒരു ചട്ടിയിൽ പച്ചക്കറിയാണ് കേട്ടോ. അപ്പം നമ്മൾ 3ലോട്ടുള്ള മീൻ ചേർക്കുന്നുണ്ട്. പിന്നെ മാന്ത ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പം മാന്തൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ സിമ്മിലാക്കി കൊടുക്കുക. മാന്തയും കോരയൊക്കെ ചേർത്താൽ മാക്സിമം സ്പീഡ് കുറച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. പച്ചക്കറിയിൽ മല്ലിയിലൊന്നും ചേർത്തിട്ടില്ല, കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതൊന്ന് കുക്കാവുന്ന ആ ഒരു ടൈം കൊണ്ട് ബാക്കിയുള്ള മീനിൽ മസാല തേച്ച് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നിങ്ങൾ മസാല തേക്കുമ്പം ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് വേണം കേട്ടോ മസാല തേക്കാൻ, എങ്കിൽ മാത്രമേ ആ ഒരു മീനിൽ നല്ലോണം മസാല പിടിക്കത്തുള്ളൂ. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വേണം ചേർത്ത് കൊടുക്കുക കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പച്ചക്കറിയിലേക്കും അതുപോലെ ഒന്ന് മീൻ കറിയിലേക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ അരയ്ക്കാൻ പോകുന്നത് മീൻ കറിയിലോട്ടുള്ള തേങ്ങയാണ്. മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പകുതിയോളം തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും 3 ചെറിയുള്ളിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ അടിച്ചെടുക്കുക. എന്നിട്ട് ആ കറിയിലോട്ട് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മീൻകറി വെക്കുന്ന മാന്ത ആയതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് മീൻകറിയിലോട്ട് നമ്മൾ തേങ്ങ അരച്ചത്. അതെന്താണെന്ന് വെച്ചാൽ മാന്ത പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ബാക്കി വരുന്ന തേങ്ങ ഈ ഒരു പച്ചക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആ തേങ്ങ മൊത്തം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. ചോറ് ചേർക്കുമ്പോൾ ഇത്രയും ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ പച്ചക്കറി വെക്കുന്ന സമയത്ത് അരപ്പിൽ ചോറ് ചേർത്ത് കൊടുക്കുക, എങ്കിൽ ആ കറി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ചോറ് ചേർക്കാതെ തേങ്ങ അരയ്ക്കാന്നുണ്ടെങ്കിൽ കറിയിൽ വെള്ളം ഊറി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ടേബിൾ മേലൊക്കെ വിളമ്പി വെക്കുന്ന സമയത്ത് ആ ഒരു കയ്യിലൊക്കെ വെള്ളം ഊറി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറി എപ്പോൾ വെക്കുകയാണെങ്കിലും ഇതുപോലെ തേങ്ങയിൽ കുറച്ച് ചോറ് ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഉപ്പേരി വെക്കാനായിട്ട് കുറച്ച് തവര കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് പച്ചമുളകും ഒരു സവാളയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വറവ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വറവ് ചെയ്തിട്ടുള്ളത് പച്ചക്കറിയാണ്. ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുന്ന ടൈമിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നമുളകും കറിവേപ്പിലും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം നമ്മൾ വറവ് ചെയ്യാൻ പോകുന്നത് മീൻ കറിയിലോട്ടാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും പിന്നെ അതുപോലെ കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു കറി വറവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് 4 കറിയും റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ രാത്രിയിലേക്കും ഉച്ചക്കത്തേക്കും കൂടാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഞാൻ ഈ കറികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് പച്ചക്കറിയാണ് കേട്ടോ. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ കാണുന്നില്ല. നമ്മൾ സാധാ ചോറ് കൂട്ടാതെ അരയ്ക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് പച്ചക്കറിയൊക്കെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ട് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ മീൻ കറിയിൽ മീനൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. എല്ലാ കറിയിലും മീൻ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും മാന്തയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം മാന്തയും കോരയൊക്കെ ഇടാണെങ്കിൽ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ആ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് കുറച്ച് പപ്പടം ഒന്ന് പൊരിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പപ്പടമാണ് കേട്ടോ ഒന്ന് പൊരിക്കുന്നത്. ഉച്ചക്കത്തേക്ക് മാത്രം കുറച്ച് പപ്പടം പൊരിച്ചിട്ടുണ്ട്. ഇനി പപ്പടം പൊരിച്ചിട്ടുള്ള സെയിം പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ മത്തി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു മത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെ ഏത് മീൻ കഴിച്ചാലും നമുക്ക് ഇത് കഴിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല കേട്ടോ. അത്രയ്ക്ക് പവറാണ് നമ്മുടെ ഈ മത്തിക്ക്. പിന്നെ കടലൂർ മത്തിയാണെങ്കിൽ പറയും വേണ്ട, ഹാഫ് വേവിൽ അതങ്ങ് കുക്ക് ചെയ്തെടുത്ത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ലെവലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പണ്ടൊക്കെ നമ്മൾ മീൻ പൊരിച്ച് കഴിഞ്ഞാൽ ആ ഒരു വെളിച്ചെണ്ണയിൽ ചോറൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കും കേട്ടോ. അതൊക്കെ വേറെ തന്നെ ഒരു ലെവലാണ്. അപ്പോൾ ഇങ്ങനെ കഴിച്ചവർക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ സെയിം പാനിലോട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാന്തയും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. മാന്ത പൊരിച്ചെടുക്കാനും മത്തി പൊരിക്കുന്ന അത്രയും ടൈം വേണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ മാന്ത നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടും കേട്ടോ. പിന്നെ ഒരുപാട് ഓയിൽ ഒഴിക്കുകയും വേണ്ട. പിന്നെ നിങ്ങൾ മീൻ പൊരിക്കുന്ന സമയത്ത് ചീനച്ചട്ടി എടുക്കാണ്ട് ഇതുപോലെ ഒരു ഫ്രൈ പാൻ എടുത്ത് പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ട്രിപ്പ് തന്നെ നിങ്ങൾക്ക് മുഴുവനും പൊരിച്ചെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തവര മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു തവരയിൽ വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ.
ചിലരൊക്കെ ഈ ഒരു തവര ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കും. അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളവർക്ക് തേങ്ങ ചേർക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നിങ്ങൾ തേങ്ങ ചേർക്കുകയാണെങ്കിൽ പിന്നെ സവാള ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അതല്ല, ഇതിലോട്ട് തേങ്ങ ഒതുക്കിയിട്ടാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങയിലോട്ട് പച്ചമുളകും ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു തവര ഏകദേശം ഒന്ന് പാകമായി കഴിഞ്ഞാൽ അതും കൂടെ ചേർത്ത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു ലഞ്ച് വീഡിയോ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ സില്ലാസ് വേൾഡിൽ ഒരുപാട് ട്രാവൽ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.